ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പരിശുദ്ധമായ റമദാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങളുടെ ഒരു മാസമാണ്. നോമ്പിന് മാത്രമല്ല, ഈ റമദാനിൽ ചെയ്യുന്ന ഏതുവിധ അമലുകൾക്കും ഏത് സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു വലിയ പ്രതിഫലം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമദാൻ. റമദാൻ മാസത്തിൽ ആരെങ്കിലും ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ, പള്ളിയിലോ മറ്റോ നടക്കുന്ന ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി നടന്നു വന്നാൽ, കതബല്ലാഹു ലഹു ബി കുല്ലി ഖദമിൻ ഇബാദത സന. അവൻ നടന്നു വരുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു ഓരോ വർഷത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു കൊടുക്കും. ഓരോ കാൽച്ചവിട്ടിലും എത്ര അടി നടക്കുന്നു അത്ര കൂലി അല്ലാഹു തആല കൊടുക്കും. അതോടൊപ്പം വയപ്പൂരുമായി തഹ്തൽ അർശി, വിശ്വാസം പറയുന്ന അർശിന്റെ ചുവട്ടിൽ എന്നോടൊപ്പം അവന് സ്ഥാനവും ഉണ്ടായിരിക്കും. അതുപോലെ അവൻ ദാവാൽ ജമാഅത്തി ഫി റമദാൻ. റമദാൻ മാസത്തിൽ ഒരാൾ റമദാൻ ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി സൂക്ഷ്മത പാലിച്ച് ജമാഅത്തുകൾ മുടക്കാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഅ്താഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബികുല്ലി റക്അത്തിൻ, അവൻ നമസ്കരിച്ച ഓരോ റക്അത്തിനും പകരം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു മദീന, ഒരു പട്ടണം അല്ലാഹു കൊടുക്കും. അവന്റെ നിഅമത്തുകൾ നിറഞ്ഞ, സുഖങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഓരോ പട്ടണം അല്ലാഹു തആല കൊടുക്കും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്: വമൻ ബറ വാലിദൈഹി ഫീ റമദാൻ. മാതാപിതാക്കൾക്ക് ഒരാൾ റമദാനിൽ നന്മ ചെയ്താൽ, മാതാപിതാക്കൾക്ക് നന്മയിൽ നിർബന്ധമാണ്, അത് റമദാനിലാകുമ്പോൾ എനാലു നദറ റഹ്മ, പടച്ചോന്റെ വലിയ കാരുണ്യത്തിന്റെ നോട്ടം അവന്റെ മേലുണ്ടായിത്തീരും. വാന കഫീലുൽ ലഹു ബിൽ ജന്ന, ഞാൻ അവനെ സ്വർഗത്തിൽ ജാമ്യക്കാരനായിരിക്കും, അവന് സ്വർഗം കിട്ടും. മറ്റൊരിടത്ത് ഇങ്ങനെ കാണാം: വമാമിൻ ഇംറഅത്തിൻ തത്ലുബു റിളാ സൗജിഹ. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് റമദാനിൽ ചെയ്യുന്ന സേവനങ്ങൾ, ഖിദ്മത്തുകൾ, ഇല്ലാ വലഹ ഹവാബു മറിയമ വആസിയ, അവൾക്ക് അല്ലാഹു കൊടുക്കുന്നത് മറിയം ബീവിക്ക് കൊടുക്കുന്ന കൂലി, ഈസാ നബിയുടെ ഉമ്മ, ആസിയ ബീവിക്ക് കൊടുക്കുന്ന കൂലി, ഫിറോന്റെ ഭാര്യ, ആ കൂലി അല്ലാഹു തആല കൊടുക്കും. ഇങ്ങനെ ഏതേത് അമലുകൾ എടുത്താലും വമൻ ഖള ഹാജത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു ആവശ്യം ഈ റമദാനിൽ നിറവേറ്റി കൊടുത്താൽ അല്ലാഹു അവന്റെ 1000 ആവശ്യങ്ങൾ നാളെ പരലോകത്ത് നിർവഹിച്ചു കൊടുക്കും. ഏത് സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു തആല റമദാനിൽ പ്രതിഫലങ്ങൾ അധികരിപ്പിക്കുകയാണ്. എല്ലാം പുണ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള വലിയൊരു അവസരമാണ് അല്ലാഹു തആല റമദാനിൽ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സൽക്കർമ്മങ്ങൾക്കും നമ്മൾ മത്സരിച്ച് മുന്നേറുക. ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു തആല ഇതെല്ലാം മുതലെടുക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകി ഈ പരിശുദ്ധ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക